ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ എന്തുകൊണ്ട് തുടങ്ങിയെന്നും പിന്നെ നാളിതുവരെ ഉള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അധികമൊന്നും അറിയില്ല. അപ്പോൾ കണ്ണാടി വെക്കട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഗീതാ ശിവരാജ്. അപ്പോൾ ഞാൻ കുറേ വർഷം കല്യാണത്തിന് മുമ്പ് തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കല്യാണത്തിന് മുമ്പ് ഒരു 1.5 വർഷത്തിന് മുമ്പ് ഞാൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും എല്ലാം പഠിച്ച് ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം, ഷോർട്ട് ഹാൻഡ് എല്ലാത്തിൻ്റെ ഹയർ പാസ്സായി. ഞാൻ ടൈപ്പിങ് ഹൈ സ്പീഡും പാസ്സായി കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഒരു 1.5 വർഷത്തിന് മുമ്പ്, 1.5 വർഷം, അതായത് ഒരു മാർച്ച് മാസമാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. എന്നിട്ട് ആ വർഷം തന്നെ പിന്നെ ഡിസംബർ 15-ന് കൊല്ലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരുന്ന അന്ന് ഒരു വീട്ടിൽ 2 വീടുണ്ടായിരുന്നു. അതിൽ ഒരു വീട്ടിൽ നല്ല വലിയൊരു ഹാളുണ്ട്. ചെറിയ വീടാണ്. ആ ചെറിയ വീടിൻ്റെ വലിയൊരു ഹാള് നല്ല നീളത്തിൽ കിടക്കുക. അപ്പോൾ അതിനകത്ത് വെച്ചാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഞാൻ ഈ കൊല്ലത്ത് അന്ന് ഗവൺമെൻറ് പ്ലീഡറായിട്ട് ആ സാറിന് പോസ്റ്റിംഗായി. അപ്പോൾ അവിടത്തേക്ക് സാറൊരു 7-ാം തീയതി എങ്ങാണ്ടാണ് ഗവൺമെൻറ് പ്ലീഡറായിട്ട് പോസ്റ്റ് കിട്ടുന്നത്. എനിക്ക് 15-ാം തീയതി തൊട്ട് സാറിൻ്റെ അടുത്ത് ജോലിക്കും കൂടെ കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ഷോർട്ട് ഹാൻഡ് അറിയാവുന്നത് കൊണ്ട് ഞാൻ അന്ന് പോയി ഡിക്റ്റേഷൻ എടുക്കും. രാവിലെ സാറിൻ്റെ വീട്ടിൽ പോയി 1 അവർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ എങ്ങാനും ഡിക്റ്റേഷൻ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള അന്നൊക്കെ ടൈപ്പ് റൈറ്റിംഗ് അല്ലേ ഉള്ളൂ. അന്ന് ഈ കമ്പ്യൂട്ടർ അത്ര പ്രാബല്യത്തിലായിട്ടില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ടൈപ്പ് ചെയ്ത് സാറൊന്നീ ആളിനെ വിടുകയോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഒരു ഡിസംബർ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി മാർച്ചിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതെങ്കിൽ ഫെബ്രുവരി ഓർ മാർച്ചിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ വർഷം തന്നെ ഡിസംബറിലാണ് എനിക്ക് സാറിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ടൈപ്പിംഗ്, ഷോർട്ട് ഹാൻഡ്, ലോവർ വയറും എല്ലാം പാസ്സായതിന് ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. ഈവൻ ഷോർട്ട് ഹാൻഡ് പോലും. പിന്നെ ടൈപ്പിങ്ങിൻ്റെ ഹൈ സ്പീഡ് അതാരും അങ്ങനെ റെയറായിട്ടേ ആൾക്കാർ പോകത്തുള്ളൂ. കാരണം അന്ന് സൂപ്പർവിഷൻ എന്ന സാറ് എന്നോട് പറഞ്ഞു ഇതൊക്കെ വേണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. കാരണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സാറ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം അന്ന് എക്സാം ഹാളിൽ വരേണ്ടി വന്നു. പക്ഷെ അവർക്ക് നല്ലതാണ്, ഒരു ദിവസത്തെ പേയ്മെൻറ്റ് കിട്ടും. ആ ഹൈ സ്പീഡിന് പോയി പാസ്സാവുകയും ചെയ്തു. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളും എനിക്ക് എൻകറേജ് ചെയ്തിട്ടാണ് ഞാൻ ആ ഹൈ സ്പീഡിന് പോകുന്നത്. എനിക്കൊരാഗ്രഹമായിരുന്നു ഒരു ഹൈ സ്പീഡ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ അപ്പോൾ എന്നിട്ട് ഇതൊക്കെ വളരെ നിസ്സാര കാര്യം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം അല്ലെങ്കിലും ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അപ്പം അത് ഏകദേശം സാറിന് ഒരു 15 ഇയേഴ്സ് സാറിന് ഈ ഗവൺമെൻറ് പ്ലീഡർ, ഏകദേശം 15 ഇയേഴ്സ് സാറിന് ഗവൺമെൻറ് പ്ലീഡറായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അത്രയും വർഷവും സാറിൻ്റെ അടുത്ത് ജോലി ചെയ്ത് അപ്പോൾ 15 ഡിസംബറിലാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ജോലിക്ക് കയറിയെങ്കിൽ നെക്സ്റ്റ് ഇയർ 15-ന് ഡിസംബർ 15-ന് എൻ്റെ മാരേജ് ആയിരുന്നു. ആ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കാര്യങ്ങളും ചെയ്ത് ജോലിയും ചെയ്ത്, കൂടാതെ എനിക്ക് ഈ എക്സ്ട്രാ മണി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പണ്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നതിന് മുമ്പ് ട്യൂഷൻ എടുക്കുമായിരുന്നു കുട്ടികൾക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ട്യൂഷനും എടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പം നമുക്കൊരു വരുമാനമുണ്ട് നന്നായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്ത് കാശുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ
ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തി, ട്യൂഷനും എടുത്ത്, ജോലിയും ചെയ്ത് അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് പോയി. അടുത്ത വർഷം ആയപ്പോൾ മോള് ജനിച്ച് 3.5 വയസ്സിൽ LKGക്ക് തങ്കശ്ശേരി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ അവളെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടെ പഠിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഹസ്ബൻഡ് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി. ഞാൻ അപ്പോഴത്തേനും ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം നിർത്തലാക്കി. പിന്നെ ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ കമ്പനിയിലാണ് എനിക്ക് ജോലി. അന്ന് ഫാമിലി വിസയിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ലേബർ ചെക്കിങ് എങ്ങാനും ഉണ്ടെങ്കിൽ ഏത് കമ്പനിയാണെങ്കിലും അവർ നമ്മളെ പിടിച്ചാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ കയറ്റി അയക്കുക, പിന്നെ ഫൈൻ അടയ്ക്കുക, എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റിലെ പ്രോജക്റ്റ് മാനേജർ സെക്രട്ടറി ആയിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നെ അവിടുന്ന് പോയി അതിൻ്റെ അടുത്ത് കുറച്ചും കൂടെ അടുത്ത് നല്ല ശമ്പളത്തിൽ, അതായത് എനിക്ക് കൺവെൻസും സാലറിയും നല്ല ശമ്പളവും ഈ കൺവെൻസും എല്ലാം തരുമായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തിട്ട് അവിടെ ഞാൻ അതുപോലെ ഒരു ലീവ് വേക്കൻസിക്കാണ് പോകുന്നത്. സെക്രട്ടറി പോസ്റ്റിൽ തന്നെ തീർന്നു. പിന്നെ അവർ തന്നെ വീണ്ടും എന്നെ വിളിച്ച് വേറെ ഒരു ഡിവിഷൻ, അവർക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ വേറെ ഒരു സെക്ഷനിലേക്ക് ഇങ്ങനെ ആളിനെ വേണം, സെക്രട്ടറി പോസ്റ്റ് തന്നെയാണ്. രാവിലെ പോകണം. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ വാതിക്കെ വന്ന് വണ്ടി നിർത്തിയതിന് ശേഷമേ സാറ് മിസ് കോൾ ചെയ്യത്തുള്ളൂ എനിക്ക്. അങ്ങനെ എന്നെ കൊണ്ടുപോയി തിരിച്ചും കൊണ്ടാക്കും. അവിടെ നിന്ന് പിന്നെ ഹസ്ബൻഡിൻ്റെ തന്നെ ഹസ്ബൻഡ് ജോലി ചെയ്തത് ടവൽ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ടവൽ ഗ്രൂപ്പിൽ ടവലിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരു സേഫ്റ്റി ഡിവിഷനിലേക്ക് ഒരു സെക്രട്ടറിയുടെ പിന്നെ ഇതേപോലെ ലീവ് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേടത്ത് ലീവ് വേക്കൻസിയുടെ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അധികം നിന്നില്ല. അതിന് മുമ്പ് തന്നെ അവിടെയും നല്ല ശമ്പളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെയും ജോലി ചെയ്ത് അവിടെ ഇരുന്നപ്പോഴാണ് എംബസി ട്രൈ ചെയ്ത് എംബസിയിൽ എനിക്ക് ജോലി കിട്ടുന്നത്. അവിടെ ഒരു വേക്കൻസി വന്നപ്പം എനിക്ക് പെർമനൻ്റായിട്ട് ജോലിയായി. എംബസിയിലെ സ്റ്റാഫായി ഞാൻ. അതായത് അവിടെ നിന്ന് എടുക്കുന്ന ലോക്കൽ സ്റ്റാഫില്ലേ, അത് പക്ഷേ പെർമനൻ്റാണ്. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ പെർമനൻ്റ് ആവുന്ന കോമേഴ്സ് വിങ് ഉണ്ട് അവിടെ എംബസിയിൽ, കോമേഴ്സ് വിങ്. ആ സെക്ഷനിലാണ് ഞാൻ പെർമനൻ്റ് ആവുന്നത്. പെർമനൻ്റായിട്ട് അവിടെ കുറേ കാലം വർക്ക് ചെയ്തു. പിന്നെ വന്നിട്ട് ഞാൻ വീണ്ടും എന്നെ പാസ്പോർട്ട് സെക്ഷനിലോട്ടായി. അപ്പോൾ ഞാൻ എപ്പോഴും ഈ അവസരത്തിലാണ് ഞാൻ പാസ്പോർട്ട് സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ട്, പാസ്പോർട്ട് സെക്ഷനിൽ തന്നെ 9 വർഷം ഞാൻ വർക്ക് ചെയ്തു. പാസ്പോർട്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിക്കട്ടെ. ഞാൻ അന്നേ അവിടെ ഞാൻ പറയായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, നിങ്ങളൊക്കെ നോക്കിക്കുക. അപ്പോൾ അതിൽ ഒരു തമിഴ് കൊച്ചുണ്ട്. അപ്പോൾ അവളെപ്പോഴും പറയും ചേച്ചി ഈ കുക്കിംഗ് വീഡിയോസിൻ്റെ ഒരു ചാനൽ തുടങ്ങി ചേച്ചി. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ കൊണ്ടുപോകും, എംബസിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയും നല്ല ടേസ്റ്റാണ് ചേച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെ. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കണ്ട് പഠിക്കാൻ ചേച്ചി കുക്കിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ ഒരുപാട് ഈ ഷോർട്ട് ഹാൻഡിൻ്റെ ചാനൽസ് കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഐഡിയ കുക്കിങ്ങും ഷോർട്ട് ഹാൻഡിൻ്റെ വീഡിയോസും രണ്ടും കൂടി ഇടാമെന്നുള്ള ഈ ഷോർട്ട് വീഡിയോസ് ഇടുന്നതിനെക്കുറിച്ച് എനിക്കങ്ങനെ ഒരു ഐഡിയയേ വന്നിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പേമാരി വരുന്നു. 9 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ കോവിഡ് എന്നുള്ള പേമാരി വരുന്നു. ഹസ്ബൻഡിൻ്റെ കമ്പനി ഫുള്ളുമായി കോവിഡ്. പിന്നെ എംബസിയിലും ഒട്ടുമിക്ക ആൾക്കാർക്കും വന്നു. നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യിക്കലും അവിടെ പിന്നെ ഒരാൾക്ക് വന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നാട്ടിൽ വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അപ്പോൾ എനിക്കൊറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ എനിക്ക് പറ്റത്തുമില്ല. നമ്മുടെ എംബസിയുടെ സാലറി വെച്ചുകൊണ്ട് നമുക്കൊരു സാലറി, ഒരു ഹൗസ് റെൻറ്റും അല്ലെ മെഡിക്കലും ഒന്നുമില്ല. ഒരു എമൗണ്ടിങ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഹൗസ് റെൻറ്റിനും കൂടെ കൊടുക്കാൻ പറ്റത്തില്ല.
ഹസ്ബൻഡിനെ ആണെങ്കിൽ ഹസ്ബൻഡ് അലവൻസും എല്ലാ അലവൻസും അവർക്കുണ്ട്, എന്താണ് ഫർണിച്ചർ എല്ലാം. അപ്പോൾ നമുക്ക് ആ ഒരു അതേ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നമുക്ക് എൻ്റെ നിലയിൽ ചിലപ്പം ജീവിക്കാമായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് നാട്ടിൽ വരണമെന്നുള്ള ആ ഒരു ഇതായി അങ്ങ് കയറിയങ്ങ് നമ്മൾ എൻ്റെ റെസിഗ്നേഷൻ കൊടുത്തു. ഹസ്ബൻഡും നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് വന്നപ്പം നമ്മളൊരു ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്ന ഓയിൽ ഇപ്പം താമസിക്കുന്ന വീട് അങ്ങനെ വീട് വാങ്ങിച്ച് പിന്നെ നമുക്ക് ഫർണിച്ചറുള്ള ഒന്നുമില്ല. പിന്നെ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കിച്ച് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഡിസംബറിലാണ് നാട്ടിലെത്തുന്നത്. 2020 ഡിസംബർ 13-നാണ് ഞങ്ങൾ നാട്ടിലെത്തുന്നത്. ജനുവരിയിൽ പാല് കാച്ച് കഴിഞ്ഞ് ഞങ്ങൾ കയറിയിട്ട് പിന്നെ ആ വർഷം 2021 സെപ്റ്റംബറിൽ ഞാൻ എൻ്റെ ഈ സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ ഇതുവരെ ആൾ വന്നിട്ടില്ല. സ്ഥാപനം തുടങ്ങി ഇങ്ങനെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പണ്ടത്തെ എൻ്റെ ഒരു അംബീഷൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള. അപ്പോൾ പണ്ടേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എനിക്കെല്ലാം ഒരുവിധം ഞാൻ പല ചാനൽസും കണ്ടും ഒക്കെ ഇത് മനസ്സിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നതെന്നും അതെല്ലാം ഞാൻ പഠിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ എനിക്കിത് തുടങ്ങിയാൽ മാത്രം മതി. അങ്ങനെ എന്തായാലും ഞാൻ എന്തും വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചാനൽ തുടങ്ങി. ഓക്കെ, ഷോർട്ട് ഹാൻഡും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കയറണമെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. കാരണം ഒരു പുതിയ ചാനലാണ്. ഇപ്പം മെയ് 18 എൻ്റെ 1 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ ഫുൾ മോണിറ്റൈസേഷൻ്റെ വക്കിലാണ്. ഓക്കെ, അപ്പോൾ എന്നെ അറിയാവുന്നവരും എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്നു. എന്തായാലും ഒരു വീഡിയോ എനിക്ക് 32,000, അതായത് ലോങ് വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 32,000 സംതിങ്. ആ വീഡിയോയ്ക്ക് ഏകദേശം 2,000 വാച്ച് അവറിൽ കൂടുതൽ എനിക്ക് കിട്ടി 2000-ൽ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് ഇത്രയും വ്യൂസ് ആയത്. വാച്ച് അവർ വ്യൂസല്ല, വാച്ച് അവർ 32,000 വ്യൂസായി. വാച്ച് അവർ 2,000 എങ്ങാണ്ടോ ആയ എൻ്റെ അതിന് മേളിലോട്ടെങ്ങാണ്ടോ ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ്റെ വക്കിലാണ്. അപ്പോൾ ദയവേത് എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വളരെ നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക. നല്ല നല്ല വീഡിയോസാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാകണം നിങ്ങൾ പിന്നെ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. സ്കിപ്പ് ചെയ്ത് കാണരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ, നിങ്ങൾക്ക് നല്ലതും മനസ്സിലാവാത്തതും ഇല്ലത്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു അംബീഷനും പിന്നെ കൂട്ടത്തിൽ നമുക്ക് ബെനിഫിറ്റും ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ഞാൻ എംബസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. അന്ന് പൈസയുടെ നമുക്ക് അന്നത്തെ ഒരു പൈസയുടെ ആർത്തി കൊണ്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ. ഓക്കെ, ബൈ.